ഓക്കെ, ഓരോരുത്തർ ഔട്ട്ഫിറ്റ് കാണിച്ചിട്ട് പോകും. കാണാൻ പ്രേതം പറഞ്ഞു പറയാ. ഞാൻ യൂട്യൂബിലിട്ടോ. നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ ബാക്കിയാണ്. മുന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫാൻ മേടിക്കാൻ പോകുന്നെന്നുള്ള അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ, ഒരു വ്ളോഗാണ്. നമ്മളെവിടെ പോണേ? നമ്മൾ എന്തിനാ പോണേ? ട്രെയിനൊന്നും ചൂടോ? ഇത് ഓവനാണ്, പൊള്ളുന്നു. നമ്മളെങ്ങോട്ടാ പോണേ? ഞങ്ങള് കിട്ടിയില്ലേൽ എന്ത് ചെയ്യും? കിട്ടിയില്ലേൽ എന്ത് ചെയ്യും? കിട്ടിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരും. കിട്ടിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയില്ല, നോക്കും. കിട്ടുമ്പോൾ പോകും. ഭയങ്കര ചൂടാ. ഇപ്പോഴത്തെ ചൂട് റേറ്റ് ഔട്ട് ഓഫ് 10. ചേച്ചിയോ? ഇൻഫിനിറ്റി. 2 മണിക്കൂർ ഞാനിന്നലെ പറഞ്ഞത്, വെറും 2 മണിക്കൂർ. ഞങ്ങൾ ഈ ഊബാറിലാണ് പോകണം കേട്ടോ. ഖൈമിന് തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പ് ഹെസൻ സെൻറ്ററിൽ ഇറങ്ങാം. അപ്പോൾ ഹെസൻ സെൻറ്ററിൽ ആക്ഷനിലും വോൾവർത്തിലും ഹെസൻ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് മീഡിയ മാർക്കറ്റ് ഉണ്ട്. നമ്മളിവിടെ എല്ലായിടവും നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നിടത്ത് നിന്ന് മേടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് പോയത്. ആദ്യം നമ്മൾ ആക്ഷനിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ വലിയ ഫാൻസ് ഉണ്ടായിരുന്നില്ല, ചെറിയ ടേബിൾ ഫാനുകളുണ്ടായിരുന്നു, വലിയ പടച്ചൽ ഫാൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളത് നോക്കി വെച്ചിട്ട് തിരിച്ച് വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് മേലെ വോൾവർത്തിൽ പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു. വോൾവർത്തിൽ കയറി നോക്കി, അവിടെയും ചെറിയ ഫാനുള്ളത്, ടേബിൾ ഫാന്. പിന്നെ വലിയ ഫാൻസിനൊക്കെ നല്ല റേറ്റ് ആവുന്നുണ്ടായിരുന്നു. അത് നമ്മൾ എടയ്ക്കയിൽ പോയിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് എന്തോ വാങ്ങിക്കാനായിട്ട്. ദീസ് ഓൾ ആർ വൈൻസ്. ഇത്രയധികം വൈൻ കളക്ഷൻസ്. ഇവിടെയുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഇങ്ങനെയാണ്, ലൈക്ക് ആൽക്കഹോൾ ആൻഡ് വൈൻ ഇവിടെ വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ആവശ്യാനുസരണം പോയി എടുക്കാം ഡയറക്റ്റ്ലി. പിന്നെ എല്ലാം ഇത് ഇച്ചിരി പ്രീമിയം ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ലൈക്ക് ആവശ്യാനുസരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് കൊടുക്കും. ഇവിടെ അത്യാവശ്യം കുറേ വെറൈറ്റീസ് ആൽക്കഹോളുണ്ട്. റേവയിലൊന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് കുറേ ആൽക്കഹോളുണ്ട് ഇവിടെ. അതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് അത്യാവശ്യം വലിയ ഇടയൊക്കെയാണ്, അതുകൊണ്ട് അത്യാവശ്യം കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. കുറേ നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നാട്ടിൽ ഇതിലൊക്കെ ഏതൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല, കുറേ വെറൈറ്റി ഉണ്ട്. ചേച്ചിയുടെ മോന് ഏതോ ഒരു വെറൈറ്റി ചോക്ലേറ്റ് നോക്കി പോയതാണ്, പക്ഷെ കിട്ടിയില്ല. ഹൗ വാസ് ദ ഡേ? പറയൂ. Day was nice, but it was quite hot. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ടയേർഡാണോ? നന്ദു, how was your day? ഡേ കൊള്ളാം, പക്ഷെ കുറച്ച് ടയറിങ്ങോ? അതെന്ത് പറ്റി? അതെന്തിനാ നീ ഇത്ര നടക്കാൻ പോയേ? അതുകൊണ്ടല്ലേ? അല്ല വീട്ടിൽ കുത്തിയിരുന്ന പോരായിരുന്നോ? തിന്നാൻ വേണ്ടി കണ്ട റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിരിക്കുക. എന്നിട്ട് അഞ്ജലി ചേച്ചിക്ക് നീ ഫാൻ മേടിച്ചോ? റമീഷോട് ചെലവ് തരാൻ പറയണം. ഇത് പൊക്കിക്കൊണ്ട് അവിടെ വരെ പോകുന്നതിന് 10 യൂറോ. അയ്യോ, മേഘയ്ക്ക് ഫുഡ് വന്നില്ല. കളത്തില്ലേ ഫുഡ്? ഫസ്റ്റ് ഇംപ്രഷൻ കൊള്ളില്ലെങ്കിലും ചില്ലി സോസൊക്കെ വെച്ച് വെച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി അടുത്ത ഊബാൻ വിളിച്ച് തിരിച്ച് പോകുന്നുണ്ടായിരുന്നു. ഫാൻ എടുത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ലാസ്റ്റ് മൊമെൻ്റ് ഇപ്പോൾ ഫാനൊക്കെ എല്ലാം തീരാനായിട്ട് ഓടിപ്പടച്ച് പോയി എടുത്തിട്ടാണ് വന്നത്, അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കയറി പോകുന്നില്ലേ? ട്രെയിനിൽ പോണില്ലേ? വീട്ടിൽ പോകണ്ട, ലിസ്റ്റ് കിട്ടും. ചേച്ചി
ഗോൾ അടിച്ചോ? ആരടിച്ചു? ജസ്റ്റ് മിസ്. പക്ഷെ എന്നാലും അർജന്റീനയാണ് ഫ്രണ്ടിൽ. നീ അർജന്റീന ഫാനാണോ? ഓ ടീമില്ല, ചേച്ചി ടീമേ ഇല്ല. ഇന്ത്യൻ ടീം വരുമ്പം ചേച്ചി ഇന്ത്യയുടെ ടീം. മെസ്സിനെ ഇഷ്ടമാണ്. മെസ്സിയോടില്ല. ഓ ലവ്. ഓ നീ ആരെ പ്രിഫർ ചെയ്യുന്ന, മെസ്സിയാണോ റൊണാൾഡോ ആണോ? എനിക്കിതിനെ പറ്റി അറിയില്ല, അതുകൊണ്ട് ചോദിച്ചാൽ എനിക്കറിയില്ല. ആരാ? ഡേവിഡ് ബെക്കം. സോറി എനിക്കറിയില്ല. ഇവിടെ മറഡോണെ മാത്രം അറിയാം. മറഡോണ ഏത് ടീമായിരുന്നു? മെസ്സിയുടെ ടീമല്ലേ, എന്നിട്ട് നീല വെള്ളി അർജന്റീന. Kiss me, close your eyes, miss me. കിസ് ചെയ്യേണ്ട ആളെവിടെ പോയി ചേച്ചി? അത് ബിസ്ക്കറ്റ് അല്ല, അത് വേഫറാ. വീഡിയോ എൻഡിങ്ങോ വൈൻഡപ്പ് ചെയ്യുന്നതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ചൂസ്.